ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കുഞ്ഞാപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓണമായിട്ടൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചേച്ചിയമ്മ വന്നിട്ടുണ്ടായിരുന്നൊരു ബ്ലൗസിൻ്റെ തുണിയാണ് കേട്ടോ. അപ്പോൾ നിറച്ച് കസവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു തുണിയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അവ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നെക്കിൻ്റെ അവിടെയൊക്കെ സിമ്പിളായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നല്ലൊരു വർക്ക് കൂടി ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. നല്ല കരിനീര കളറും അതിൽ ഗോൾഡൻ കളർ വർക്കൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായി കാണാനായിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മളുടേതായ രീതിയിൽ കുറച്ച് നെക്ക് വർക്ക് കൂടി ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊരു ആരി വർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കനം കുറഞ്ഞ നീഡിൽസ് ആദ്യം തന്നെ എടുക്കാൻ മറക്കരുത്. കനം കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഷുഗർ ബീഡ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഗോൾഡൻ കളറിലെ ഷുഗർ ബീഡ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ ആദ്യം ആ ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ സൈഡിലായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മളത് ചെയ്തതിന് ശേഷം എല്ലായിടത്തും സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ കട്ടിംഗ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളറിൽ തന്നെ കട്ടിംഗ് ബീഡ്സ് എടുത്തിട്ട് നമ്മളതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിന് ചുറ്റുമായിട്ട് നമ്മൾ വീണ്ടും ഷുഗർ ബീഡ്സ് തന്നെ റൗണ്ടിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. റൗണ്ടിൽ വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ സൂചിയിൽ ഇങ്ങനെ കോർത്തതിന് ശേഷം ആ ഒരു ഷേപ്പിൽ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് റൗണ്ടാക്കി വേണം വെച്ച് കൊടുക്കാനായിട്ട്. വെച്ച് കൊടുത്തിട്ട് നമ്മളത് പിന്നെ സൂചി കുത്തിയിറക്കി എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല രസമായിരിക്കുമല്ലോ കേട്ടോ കാണാനായിട്ട്. എന്ന് വെച്ചാൽ ഓണമൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇടാനായിട്ടൊക്കെ. അതുപോലെ തന്നെ നമ്മൾക്ക് ഇങ്ങനത്തെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്തിടുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കിട്ടിയൊരു തുണിയാണല്ലോ, അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത്തരത്തിൽ വർക്കൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല രസം ഉണ്ടാകും കാണാനായിട്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുപോലെ തന്നെ ഒത്തിരി ഹെവി വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കുട്ടി വർക്കുകളൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ചാനലിൽ ഒത്തിരി വീഡിയോസ് ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. നെക്ക് വർക്കൊക്കെ ചെയ്യുന്ന ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ അതൊക്കെ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓണത്തിന് നമ്മൾ സിമ്പിളായിട്ടുള്ള ചുരിദാറോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ബ്ലൗസോ കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ പറ്റുന്ന രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ വർക്കൊക്കെ ചെയ്തെടുക്കുക. നല്ല രസത്തിൽ നമുക്ക് തന്നെ ഇടാൻ പറ്റുന്നതാണ് കണ്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കട്ടിംഗ് ബീഡ്സ് വെച്ച് കൊടുത്തിട്ട് ബാക്കി ഷുഗർ ബീഡ്സ് എല്ലാം കോർത്തെടുത്തതിന് ശേഷം റൗണ്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നത്. എന്നിട്ട് നമ്മളതൊരു അറ്റാച്ച് ചെയ്ത് തുന്നി കൊടുത്താൽ മതി. അതുപോലെ തന്നെ നല്ല ക്ഷമയോടെ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. എനിക്ക് കുറച്ച് ധൃതിയുള്ളൊരു കൂട്ടത്തിലാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ലാസ്റ്റ് ലുക്കിലോട്ട് കാണാനുള്ള ഭയങ്കര ഒരു ആകാംക്ഷയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് പെട്ടെന്ന് തീർക്കാനുള്ള ചിന്തയിൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോവുകയും ചെയ്യും. നൂല് അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് പറ്റാറുണ്ട്. അപ്പോൾ ഇത്തിരി ക്ഷമയോടെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണെന്ന് വെച്ചാൽ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വെച്ച് തുന്നി പിടിപ്പിക്കേണ്ടി വരും. നമുക്ക് ധൃതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പെട്ടെന്നൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പതിയെ ചെയ്യാമെന്നുണ്ടെങ്കിലാണ് ഏറ്റവും ഭംഗിയിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാം. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓണവും കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിന് മുമ്പായിട്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, നല്ല സിമ്പിളായിട്ട് തന്നെ ഒരു കുട്ടി ഫ്ലവേഴ്സ് പോലെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാം കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. എന്തെങ്കിലും നമ്മൾ പുറത്തു കൊടുത്ത് സർവീസൊക്കെ ചെയ്യിച്ചിരിക്കുമ്പോൾ നല്ലൊരു റേറ്റും കാര്യങ്ങളൊക്കെ ആവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതല്ല സമയവും കാര്യങ്ങളില്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്ത് നിന്ന് നമ്മൾ ചെയ്തു തരാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നിയറസ്റ്റ് എവിടെയാണ് അടുത്തുള്ള ഷോപ്പിൽ ഇങ്ങനെ ആരി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കൊടുത്ത് ചെയ്യിക്കാവുന്നതാണ്. നമ്മളപ്പോൾ ഇത് നമ്മൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളതും. വീട്ടിലോട്ട് എല്ലാവർക്കും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളത്. പിന്നെ നമ്മൾ വർക്കും ചെയ്ത് കൊടുക്കാറുണ്ട്. നെക്ക് വർക്കും കാര്യങ്ങളും ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മൾ നെക്കിൽ മാത്രമല്ലായിരുന്നു, ബ്ലൗസിൻ്റെ താഴത്തൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, നെക്ക് വർക്ക് കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഇങ്ങനെയും കൂടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒത്തിരി ലേറ്റ് ആയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാപ്പിക്ക് പരിപാടിക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവർക്കൊക്കെ ബൈ, ടേക്ക് കെയർ.